നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ சரத்தண்ணா, நான் இங்க வெயிட் பண்ணிட்டு இருக்கேன். അവിടെ വെയിറ്റ് ചെയ്യ അമൃതം. ഞാൻ വരുന്നതേ ബൈക്കില, അല്ലാതെ ഹെലികോപ്റ്ററിലൊന്നും അല്ല. ഞാനിപ്പോ അങ്ങ് എത്തും. തൽക്കാലം ഇവളുടെ സഹായം ആവശ്യം, അതുകൊണ്ട് സഹിച്ചേ പറ്റൂ. നാളെ ഇനി എവളൊരു കിനാവള്ളി ആവുമോന്നാ. എങ്കിൽ പിന്നെ അമുദത്തിനെ വൈഗ ഡാമിന്റെ ആഴ വളക്കാൻ പറഞ്ഞുവിടാം. ഇനി ഇതാരാണാവൂ? ദൈവമേ, അടുത്ത വള്ളിക്കെട്ട്. നിത്യക്കുട്ടി, ശരത്തേട്ടൻ ഇത് എവിടെയാ? ഞാൻ പറഞ്ഞില്ല നിത്യക്കുട്ടി, ഞാൻ ഒന്ന് പുറത്തു പോകുന്നു. എന്തിനാ ഇപ്പൊ പോയത്? ഒരു ജംബോ ജെറ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു, അത് മേടിക്കാന്. നമ്മുടെ ഹണിമൂൺ യാത്ര അതിലാക്കാന്നങ്ങ് തീരുമാനിച്ചു. ശരത്തേട്ടൻ ചുമ്മാ കളിയാക്കല്ലേ. ഞാനിപ്പോ വിളിച്ചതേ ശരത്തേട്ടൻ സന്ധ്യക്ക് മുമ്പേ വരുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. സന്ധ്യക്ക് മുമ്പ്? അതെന്തിന്? ഒന്ന് അമ്പലത്തിൽ പോവാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ നിത്യക്കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞ ശരത്തേട്ടൻ സാധിച്ചു തരാതിരിക്കൂ. ഞാൻ സന്ധ്യക്ക് മുമ്പ് അങ്ങ് എത്തും. നിത്യക്കുട്ടി ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് നോക്കും. ശരി ശരത്തേട്ടാ. റൂട്ട് അറിയാമല്ലോ. റൂട്ടൊക്കെ തിരിയും ചേർത്തണ്ണ. എന്നാ അമുദം കേറ്. ഇവരെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഹലോ നിത്യ, ഞാനാ. ഓ, മനസ്സിലായി. എന്തിനാ എന്നെ വിളിച്ചത്? ഇത് പതിവില്ലാത്തയാണല്ലോ. നിത്യ, നീ എന്നോട് വഴക്കിടാൻ നിൽക്കാതെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. എന്താ? നിന്റെ ശരത്തേട്ടൻ എവിടെയാ? എന്റെ ശരത്തേട്ടൻ എവിടെയാണെങ്കിലും നിങ്ങൾക്കെന്താ? നിത്യ, ഒരു കാര്യമില്ലാതെ ഞാൻ ശരത്തിനെ അന്വേഷിക്കില്ല എന്ന് നിനക്കറിയാലോ. എന്ത് കാര്യം? നിന്റെ ശരത്തേട്ടൻ എവിടേക്കാ പോയതെന്നെങ്കിലും നിനക്കറിയാവോ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നേ? ഞങ്ങൾക്കിടയിലെ കാര്യങ്ങൾ തിരക്കാനേ ആരും വരണ്ട. എന്നാ നിത്യമോളെ, നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളും കൂടിയുണ്ട്. നിങ്ങൾ എന്താ പിച്ചും പേയും പറയുന്നേ? ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് നമുക്ക് കണ്ടറിയാം. നിന്റെ ശരത്തേട്ടനിപ്പോ ഒരു പെണ്ണിനെയും ബൈക്കിൽ കയറ്റി പാഞ്ഞു പോയിട്ടുണ്ട് എന്റെ മുൻപിലൂടെ. നിങ്ങൾ വെറുതെ തോന്നിയാസം പറയരുത് കേട്ടോ. പുതിയ കഥയും മെനഞ്ഞോണ്ട് വന്നിരിക്കുക. നിങ്ങൾക്കേ ഈ ഇടയായിട്ട് കുറച്ച് മായക്കാഴ്ചകളുണ്ട്. പട്ടാപ്പകലും പാതിരാത്രിയും ഒക്കെ. അതുമായിട്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. എന്നോട് ചാടിക്കടിക്കാതെ നീ നിന്റെ ശരത്തേട്ടനെ വിളിച്ച് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് വിളിച്ച് ചോദിക്കേ.
ഇത് തന്നെയല്ലേ സ്ഥലം? അതെ. ആ, മരുന്നും വസ്ത്രങ്ങളും നിന്റെ ബാഗിലുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ മറ്റു സാധനങ്ങളും. ആമ ശരത്തണ്ണ. അല്ല, ഇതെന്നത്? ഇത് ഞങ്ങളുടെ ഉയിരാ. വാ. ഞങ്ങള് വന്നു. അറിഞ്ഞു. കൊണ്ടുവന്നിട്ടുണ്ടോ എന്റെ ജീവനെ? ഉവ്വ്. ആ മേശപ്പുറത്ത് വെച്ചേക്ക്. വെച്ചു. ഇനിയെങ്കിലും എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൂടെ? യുദ്ധത്തിനുള്ള ഒരു ചുവടെങ്കിലും നീ ജയിക്കട്ടെ, അല്ലെങ്കിൽ അതിനുള്ള തന്ത്രം മെനഞ്ഞ് നീ വാ. എന്തായി കല്യാണക്കാര്യം? അത് ആ തമിഴത്തി പെണ്ണ് അടുത്ത് നിപ്പുണ്ടല്ലേ, ആ നേഴ്സ് അമുദം. അവളോട് പുറത്തു പോകാൻ പറയും. ആവശ്യം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? പുറത്തെ സഹായത്തിന് നമുക്കൊരാൾ വേണം. വീഴേണ്ട ശവങ്ങളുടെ എണ്ണം കൂട്ടരുത്. ആരാടാ? നിത്യ. എടുക്ക്. പിന്നെടുക്കാം. ഇപ്പൊ എടുക്ക്. ആ കോളിൽ എന്തോ ഒരു സൂചന ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരു മുന്നറിയിപ്പ്. ശരി. ഹലോ നിത്യക്കുട്ടി. ശരത്തേട്ടൻ ഇത് എവിടെയാ? ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സിനിമയുടെ പേര് പോലെ ഉണ്ടല്ലോ ചോദ്യം. തമാശ വേണ്ട, ചോദിച്ചതിന് ഉത്തരം പറ. നിന്നോട് അല്പം മുമ്പല്ല ഞാൻ പറഞ്ഞത്, ഒരാളെ കാണാൻ വേണ്ടി. ശരി, ശരത്തേട്ടൻ ആ ഒരാളെ കാണാൻ പോയത് ഒറ്റയ്ക്കാണോ അതോ? ആ നിത്യക്കുട്ടി അങ്ങനെ ചോദിച്ചേ? ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ഒറ്റയ്ക്കല്ലാതെ പിന്നെ ആരാ കൂടെ? ശരത്തേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണേതാ?